ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്യജീവികൾ കാണപ്പെടുന്ന സ്ഥലം. ഞാൻ നിൽക്കുന്നത് കെനിയയിലെ മസായ് മാറ നാഷണൽ പാർക്കിനകത്താണ്. ഇവിടെ ലോക പ്രശസ്തമായ വീൽഡ് ബീസ്റ്റ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. സരിംഗേറ്റി എന്ന നാഷണൽ പാർക്കിൽ നിന്നും മസായ് മാറ എന്ന നാഷണൽ പാർക്കിലേക്ക് വീൽഡ് ബീസ്റ്റുകൾ പുല്ല് തേടി വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് ലോകപ്രശസ്തമായ വീൽഡ് ബീസ്റ്റ് കുടിയേറ്റമാണ്. മുതലകളുള്ള മാറ നദിയും കടന്ന് അപകടകരമായ യാത്ര ചെയ്ത് മസായ് മാറയിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് വീൽഡ് ബീസ്റ്റുകൾ. വേട്ടക്കാരായ മൃഗങ്ങൾക്ക് ഇത് ഉത്സവകാലം. ഭൂമിയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആവാസ വ്യവസ്ഥയിലൊന്നാണ് സരിംഗേറ്റിയിലുള്ളത്. 30,000 കിലോമീറ്റർ സ്ക്വയർ വലിപ്പമുള്ള ഈ നാഷണൽ പാർക്ക് 2 രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു. തെക്കുഭാഗത്ത് ടാൻസാനിയയും വടക്കുഭാഗത്ത് കെനിയയും. അനന്തമായ സമതലം എന്നർത്ഥമുള്ള മസായ് ഭാഷയിൽ നിന്നാണ് സരിംഗേറ്റി എന്ന പേരുണ്ടായത്. 2 ദശലക്ഷത്തോളം വീൽഡ് ബീസ്റ്റും സീബ്രകളും കുടിയേറുന്നതിൻ്റെ കേന്ദ്രബിന്ദുവായ സ്ഥലമാണ് സരിംഗേറ്റി. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആവാസ വ്യവസ്ഥ നിലനിന്നു പോരുന്നു. ചെറിയ പ്രാണികൾ മുതൽ വലിയ ജീവികൾ വരെ ഇതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വീൽഡ് ബീസ്റ്റ് മൈഗ്രേഷൻ തന്നെയാണ്. ഇവയെ കുടിയേറാൻ പ്രേരിപ്പിക്കുന്നത് കാലാവസ്ഥയാണ്. ഈ കുടിയേറ്റം എവിടെ നിന്ന് ആരംഭിക്കുന്നു? അതിൻ്റെ ഉത്തരം ഈ കുടിയേറ്റത്തിന് ഒരു തുടക്കമോ അവസാനമോ ഇല്ല എന്നുള്ളതാണ്. ഓരോ വീൽഡ് ബീസ്റ്റിൻ്റെയും ജീവിതം നിരന്തരമായ ഒരു യാത്രയാണ്. ആ യാത്രയുടെ അവസാനം ആ മൃഗത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ യാത്രയുടെ തുടക്കം അവയുടെ ജനനത്തിൽ നിന്നും തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പുല്ല് തേടിയാണ് ഇവർ ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യുന്നത്. ഈ മൃഗങ്ങളെ തേടി വേട്ടക്കാർ കാത്തിരിക്കുന്നു. വേട്ടക്കാരുടെ അടുത്തു നിന്നും അത് തട്ടിയെടുക്കാൻ കാത്തിരിക്കുന്ന മറ്റു മൃഗങ്ങളും. ഇവയുടെ ആദ്യത്തെ കടമ്പ മാറാ നദി കടക്കുക എന്നുള്ളതാണ്. ഈ യാത്ര അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. പക്ഷേ ഈ യാത്ര ഒരുപാട് അപകടങ്ങളും നിറഞ്ഞതാണ്. ഈ യാത്രയിൽ ആയിരക്കണക്കിന് വീൽഡ് ബീസ്റ്റുകളാണ് പട്ടിണി മൂലവും ക്ഷീണം മൂലവും മരിക്കുന്നത്. കൂടുതൽ പേരെ വേട്ടക്കാരായ മൃഗങ്ങൾ കൊല്ലുന്നു. ഒരുപാട് വീൽഡ് ബീസ്റ്റുകൾ പുഴക്കരയിൽ നദി കടക്കാൻ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവർ എപ്പോൾ, എവിടെ, എങ്ങനെ നദി കടക്കുമെന്നത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇവർക്കങ്ങനെ കൃത്യമായൊരു പദ്ധതിയില്ല. ഒരുപാട് ജാഗ്രതയോടു കൂടിയാണ് ഇവർ മാറാ നദിക്കരയിലെത്തുന്നത്. അവർ അപകടങ്ങളെ തിരിച്ചറിയുന്നു. എന്നാൽ അവരുടെ യാത്രയുടെ ആവശ്യം അവയുടെ ഭയത്തേക്കാൾ ശക്തമാണ്. ആയിരക്കണക്കിന് വീൽഡ് ബീസ്റ്റുകൾ പുഴയിലേക്ക് എടുത്തു ചാടുന്നുണ്ട്.
2 ദശലക്ഷത്തിൽ കൂടുതൽ വീൽഡ് ബീസ്റ്റുകളും സീബ്രകളും നദി കടക്കുന്നതിന് ആഴ്ചകൾക്ക് മുന്നേ തന്നെ നദിക്കരയിലെ പലയിടങ്ങളിൽ ഒത്തുചേരുന്നു. മസായ് മാറയിലെ മുതലകൾ ഇവയെ വേട്ടയാടാൻ കാത്തിരിക്കുന്നു. വീൽഡ് ബീസ്റ്റുകൾ മസായ് മാറയിൽ വെച്ച് മീറ്റ് ചെയ്യുകയും സെരംഗെറ്റിയിൽ വെച്ച് പ്രസവിക്കുകയും ചെയ്യുന്നു. മഴ മാറുന്നതിന് മുമ്പ് ഏകദേശം 3 മാസം ഇവർ മസായ് മാറയിലും സെരംഗെറ്റിയിലും ഒത്തുകൂടുന്നു. അതിനുശേഷമാണ് അവർ കുടിയേറാൻ തുടങ്ങുന്നത്. മസായ് മാറയുടെ ടാൻസാനിയോട് ചേർന്നുള്ള ഭാഗം ലെമായ് വെഡ്സ് എന്നറിയപ്പെടുന്നു. ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ വേട്ടക്കാരായ മൃഗങ്ങൾ കാണപ്പെടുന്നത്. ഈ ഭാഗത്തൂടെ സഞ്ചരിച്ചാണ് വീൽഡ് ബീസ്റ്റുകൾ മാറ നദി മുറിച്ചു കടക്കാൻ എത്തിച്ചേരുന്നത്. അതിരാവിലെയാണ് സാധാരണ മൃഗങ്ങൾ വേട്ടയാടുന്നത്. ആകാശത്ത് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ട്. വീൽഡ് ബീസ്റ്റുകളെ കൂടുതലായി വേട്ടയാടുന്നത് സിംഹങ്ങൾ തന്നെയാണ്. അതിൽ ബാക്കി വരുന്നത് കഴുകന്മാർ ഭക്ഷണമാക്കും. ഒരു ചെറിയ കഷ്ണം മാംസം പോലും ബാക്കി വെക്കാതെ കഴുകന്മാർ അത് കഴിക്കുന്നു. മാറ നദിയുടെ ഒഴുക്കും ശക്തിയും പല സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ്. ഒഴുക്കിന്റെ ശക്തി കൂടിയ ഭാഗങ്ങളിലൂടെ നദി കടക്കാൻ ശ്രമിക്കുന്ന മൃഗങ്ങൾ ഒഴുക്കിൽപ്പെട്ടു മരിക്കുന്നു. അടിഞ്ഞുകൂടിയ ജഡങ്ങൾ കഴുകന്മാർക്ക് ഭക്ഷണമാകുന്നു. മസായ് മാറ സെരംഗെറ്റി ആവാസ വ്യവസ്ഥയുടെ ശുചീകരണ പ്രവർത്തകരാണ് ഈ പക്ഷികൾ. ഓരോ പക്ഷിയും ഒരു ദിവസം കിലോ കണക്കിന് അഴുകിയ മാംസമാണ് ഈ ദിവസങ്ങളിൽ കഴിക്കുന്നത്. പലപ്പോഴും കഴുകന്മാരെ വൃത്തിഹീനരായ പക്ഷികൾ എന്നൊരു വിഭാഗമായാണ് കാണുന്നതെങ്കിലും മസായ് മാറയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഈ ശവശരീരങ്ങൾ അവിടെ കിടന്ന് അഴുകിയിരുന്നെങ്കിൽ ഈ ഭൂപ്രദേശം മുഴുവൻ ദുർഗന്ധം നിറഞ്ഞ് വൃത്തിഹീനമായി പല രോഗങ്ങൾക്കും കാരണമായി ഭവിച്ചേനെ. അതിശയകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഈ ആവാസ വ്യവസ്ഥയിൽ മരണപ്പെടുന്ന മൃഗങ്ങളുടെ 70% മാംസവും ഭക്ഷിക്കുന്നത് കഴുകന്മാർ തന്നെയാണ്. 5 തരം കഴുകന്മാരാണ് ഇവിടെയുള്ളത്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷികളിൽ ഒന്നാണിവർ. ജെറ്റ് വിമാനങ്ങൾ പറക്കുന്ന ഉയരത്തിൽ വരെ ഇവരെ ചിലപ്പോൾ കാണാറുണ്ട്. സെരംഗെറ്റി മസായ് മാറ ആവാസ വ്യവസ്ഥ സന്തുലിതമായി നിലനിർത്തുന്നതിൽ എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെതായ പങ്കുണ്ട്. മനുഷ്യരുടെ കടന്നുകയറ്റത്തിലൂടെ നശിക്കാത്ത ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് സെരംഗെറ്റി. ഒരു നല്ല ആവാസ വ്യവസ്ഥയുടെ ഉദാഹരണമായി ഇന്നും ഇത് നിലനിൽക്കുന്നു. അവിടെ വളരുന്ന പുല്ലിനെ മുതൽ വലിയ മൃഗങ്ങളെ വരെ ഈ ആവാസ വ്യവസ്ഥ സംരക്ഷിച്ചു പോരുന്നു.
സരിംഗെറ്റിയിലെ സദേൺ പ്ലേസ് എന്ന സ്ഥലമാണ് എല്ലാ വീൽഡ് ബീസ്റ്റ് കുഞ്ഞുങ്ങളുടെയും ജന്മസ്ഥലം. ദിവസങ്ങൾക്കുള്ളിൽ 5 ലക്ഷം കുഞ്ഞുങ്ങളാണ് സരിംഗെറ്റിയിലെ ഈ സ്ഥലത്ത് ഫെബ്രുവരി മാസത്തിൽ ജനിച്ചു വീഴുന്നത്. അതിൽ ഏറെക്കുറെ വേട്ടക്കാർക്കിരയാകുന്നു. എന്നാൽ അതിൽ കൂടുതൽ അതിജീവിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ച് 10 മിനിറ്റിനുള്ളിൽ അത് അമ്മയ്ക്കൊപ്പം നടക്കാൻ തുടങ്ങുന്നു. ആ നിമിഷം മുതൽ അത് അതിൻ്റെ സഞ്ചാരം തുടങ്ങുകയായി, മരിക്കുന്നത് വരെയുള്ള നിർത്താത്ത യാത്ര. 20 വർഷമാണ് ഇവയുടെ ശരാശരി ആയുസ്. സരിംഗെറ്റിയുടെ തെക്കുഭാഗത്തുള്ള ഉയരം കുറഞ്ഞ പുല്ലുകളുള്ള സമതല പ്രദേശമാണിത്. കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം മാർച്ച് മാസത്തിൽ ഇക്കൂട്ടം കുറച്ചുകൂടി സഞ്ചരിച്ച് വടക്കു പടിഞ്ഞാറോട്ട് നീങ്ങുന്നു. സരിംഗെറ്റിയിലെ കൂടുതൽ മരങ്ങളുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. ഏപ്രിൽ മാസത്തിൽ ഈ മൃഗക്കൂട്ടം സരിംഗെറ്റിയുടെ മധ്യഭാഗത്തെത്തുന്നു. മെയ് മാസത്തിൽ സെറോനെറ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് ഈ കൂട്ടം സഞ്ചരിക്കുന്നു. ഈ മാസങ്ങളിലാണ് സരിംഗെറ്റി സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. ജൂൺ മാസത്തിൽ ഗ്രൂമേറ്റി നദിക്കടുത്തുള്ള സമതലങ്ങളിൽ ഇവരെ കാണാം. ഗ്രൂമേറ്റി നദി കടക്കുമ്പോൾ അവിടെയും ഇവർ മുതലകൾക്ക് ഇരകളാകുന്നു. ജൂലൈ മാസത്തിൽ ഇവർ മസായി മാറയുടെ തൊട്ടടുത്തുള്ള ഭാഗത്തെത്തുന്നു. ആഗസ്റ്റിൽ ഈ കൂട്ടത്തിന്റെ ഭൂരിഭാഗവും മസായി മാറയിലേക്ക് പ്രവേശിക്കും. മസായി മാറയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇവർ ആദ്യം എത്തുന്നത്. മസായി മാറയുടെ സമതലങ്ങളിൽ നിന്നും കഴിക്കുന്ന പുല്ലാണ് 5-6 മാസം പ്രായമായ വീൽഡ് ബീസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഇനിയുള്ള യാത്രയ്ക്ക് ശക്തി പകരുന്നത്. മാറ നദി കടക്കൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ട്. ഒക്ടോബറോടുകൂടി എല്ലാ മൃഗങ്ങളും സരിംഗെറ്റിയിലെ ഉയരം കുറഞ്ഞ പുല്ലുകളുള്ള സമതലങ്ങൾ തേടി തിരിച്ചുപോക്ക് ആരംഭിക്കും. ഇതേ സമയം സരിംഗെറ്റിയുടെ പല ഭാഗങ്ങളിലും മഴ ആരംഭിക്കുകയും ഈ കൂട്ടം പുതുതായി മുളച്ച പുല്ലിന്റെ മണം തേടി സരിംഗെറ്റി കാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് അതിവേഗം സഞ്ചരിക്കുകയും ചെയ്യുന്നു. നവംബറിന്റെ അവസാനം കൂട്ടത്തിന്റെ വേഗത കുറഞ്ഞു വരുന്നതായി കാണാം. അതിനുള്ള കാരണം ഭൂരിഭാഗം പെണ്ണുങ്ങളും നിറവയറായിരിക്കുന്നതാണ് എന്നതാണ്. ഈ സമയം ഈ കൂട്ടം സരിംഗെറ്റിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും. ഇതിനപ്പുറം ലോകപ്രശസ്തമായ ഗോറങ്കോറോ ആവാസ വ്യവസ്ഥയാണ്. ഡിസംബറോടുകൂടി ഈ മൃഗങ്ങളെല്ലാം സരിംഗെറ്റിയുടെ തെക്കുഭാഗത്ത് എത്തിച്ചേരുന്നു. വീണ്ടും ഈ മൃഗങ്ങൾ അവയുടെ അടുത്ത യാത്ര തുടങ്ങുകയായി. സീബ്രകളും വീൽഡ് ബീസ്റ്റും ഒരുമിച്ച് സഞ്ചരിക്കുന്നതായി കാണാറുണ്ട്. ഇവർ ഭക്ഷിക്കുന്നത് ഒരേ പുല്ലിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. ഈ കുടിയേറ്റത്തിൽ സീബ്രകളെ കൂടാതെ തോംസൺ ഗസല്ലെ, ഗ്രാൻഡ് ഗസല്ലെ, ഇംപാല, ടോപ്പി മുതലായ മാൻവർഗത്തിൽപ്പെട്ട പല മൃഗങ്ങളും ഉണ്ടാകാറുണ്ട്. ഇവർ കുടിയേറ്റത്തിൽ പരസ്പരം സഹായിക്കുന്നു. ഓരോ വർഷത്തിലും ഇവർ സഞ്ചരിക്കുന്നത് 800 കിലോമീറ്റർ കൂടുതൽ ദൂരമാണ്. ഇവർ പോകുന്ന വഴിയിലെ എല്ലാത്തിനെയും ഈ യാത്ര സ്വാധീനിക്കുന്നു. പുല്ലുകളെയും പ്രാണികളെയും വലിയ മൃഗങ്ങളെയും പക്ഷികളെയും സ്വാധീനിച്ചുകൊണ്ട് ഇവരുടെ യാത്ര തുടരുന്നു.